I am going to discuss about arithmetic operators in Python. Arithmetic operation means addition, subtraction, multiplication, etc. Okay, so if when we use this Python shell, this will simply work as a calculator. You can use Python just like a calculator. If I type 2 plus 3, sorry, 2 plus 3, then you will get 5. Now 3 into 3, you will get the answer as 9. So now I have used the arithmetic operation, arithmetic addition and arithmetic multiplication. Now division, of course I am dividing 4 by 2. You are getting the answer as 2. Okay. So addition I, multiplication I. Now subtraction also you can do 4 minus 2. സോ നൗ സിമ്പിളി ഒരു കാൽക്കുലേറ്റർ പോലെയാണ് പൈത്തൺ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ചെയ്തത് ബേസിക് ആയ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ആണ്. നോ ദർ ആർ സം ഡിഫറൻസസ് when we consider the arithmetic operations in Python. Suppose I am dividing 5 by 2. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ 2.5 ആണ്, ബട്ട് പൈത്തൺ വിൽ ഗിവ് യു ആൻ ആൻസർ 2. വൈ? ബിക്കോസ് ദി ഫസ്റ്റ് നമ്പർ 5 ഇൻറ്റീജർ ആണ്, സെക്കൻഡ് നമ്പർ 2 ഇൻറ്റീജർ ആയതുകൊണ്ട് പൈത്തൺ തരുന്ന ഡിവൈഡ് തരുന്ന ആൻസർ എന്തായിരിക്കും? ഒരു ഇൻറ്റീജർ നമ്പർ ആയിട്ടായിരിക്കും വരിക. നൗ ഇഫ് ഐ ഗിവ് 5.0 by 2, then you will get the answer as 2.5. or നമ്മൾ കൊടുക്കുന്ന 5 by 2.0 ആണെങ്കിലോ അപ്പോഴും നമുക്ക് ആൻസർ എന്ത് വരും? 2.5 വരും. സോ ദിസ് ഫാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്റ്റ് ആണ്. പലപ്പോഴും പ്രോഗ്രാമിൽ പലപ്പോഴും പല ആളുകൾക്കും തെറ്റ് വരാറുള്ളത് ഈ ഫാക്റ്റ് മറന്നു പോകുന്നതുകൊണ്ടാണ്. പൈത്തണിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഇൻറ്റീജർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് വാല്യൂ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് ഇൻറ്റീജർ ആണെങ്കിൽ ഔട്ട്പുട്ട് ഇൻറ്റീജർ ആയിരിക്കും. രണ്ട് വാല്യൂ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വൺ ഓഫ് ദി വാല്യൂ ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ഔട്ട്പുട്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് if I am saying 5.0 plus 5.0 plus 2, then answer 7.0 ആയിരിക്കും. But if I add 5 plus 2, then answer will be 7. So this fact എപ്പോഴും നിങ്ങൾ memorize ചെയ്യണം. Okay, now I can do like this. Suppose a is equal to 3.14, 3.24 and b is equal to 3.56. Then you can say c is equal to a into b, then you can print c. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. then also നിങ്ങൾക്ക് രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ കിട്ടുന്നതാണ്. okay, now let us do another thing. Suppose I am saying the system to do 5, then ഒരു ഡിവിഷൻ പറഞ്ഞാൽ രണ്ട് ഡിവിഷൻ യൂസ് ചെയ്തു. 5 by 2, this is floor division. 5 floor 2, then നിങ്ങൾക്ക് കിട്ടിയ ആൻസർ 2 ആണ്. നൗ 5.0, then ഞാൻ ഫ്ലോർ ഡിവിഷൻ ചെയ്തു 2, then നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 2.0 ആണ്. സോ നേരത്തെ നമുക്ക് 2 കിട്ടി, ഇവിടെ നിങ്ങൾക്ക് 2.0 കിട്ടി. രണ്ടും സെയിം ആൻസർ തന്നെ. ഒന്ന് ഞാനിവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂസ് ചെയ്തുകൊണ്ട്, അതായത് വൺ ഓഫ് ദി എൻ്റെ രണ്ട് ഇൻപുട്ട് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ഉണ്ട്. ന്യൂമറേറ്ററിൽ 5.0 ആയതുകൊണ്ട് ഇവിടെ ആൻസർ 2.0 ആയി. അനദർ എക്സാമ്പിൾ ചെയ്യാം. സപ്പോസ് ഐ ആം സെയിങ് ദി സിസ്റ്റം ടു സേ 30 by 10. 30 by 10 നിങ്ങൾക്ക് 3 കിട്ടും. Now if I say the system 30 floor 10, then also you will get 3. Now 30.0 floor 10, so 3.0 കിട്ടി. ഓക്കെ, നൗ ഞാൻ ചെയ്യുന്നത് 3/2 ആണ്. 3/2 നിങ്ങൾക്ക് 1.5 ആണ് ആൻസർ കിട്ടേണ്ടത്. സോ 3/2 ചെയ്തപ്പോൾ 1 കിട്ടി. നൗ ഞാൻ 3.0/2 ചെയ്താൽ എനിക്ക് 1.5 കിട്ടും. നൗ 3.0 ഫ്ലോർ 2 ആണെങ്കിലോ എന്തായിരിക്കും ആൻസർ കിട്ടുക? 1.0 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, സോ ദിസ് ഫ്ലോർ ഡിവിഷൻ ആകുന്ന കേസ് കൺസിഡർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തത്. സോ ഈ മൂന്ന് കേസും കൂടി കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് 4 ഡിവിഷൻ എന്താണെന്ന് പറയാം. 4 ഡിവിഷൻ ആവുമ്പോൾ നമുക്ക് കോഷ്യന്റ്, നമ്മുടെ കോഷ്യന്റിന്റെ വാല്യൂ കിട്ടും. ട്രങ്കേറ്റ് ചെയ്യും, അതായത് ഈ ഡെസിമൽ പോയിന്റ് ട്രങ്കേറ്റ് ചെയ്തിട്ടുള്ള കോഷ്യന്റിന്റെ വാല്യൂ കിട്ടും. സോ നൗ 3/2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോഷ്യന്റിന്റെ വാല്യൂ കിട്ടി, ബാക്കി റിമൈൻഡർ ഉണ്ടാവും. ആ റിമൈൻഡർ കിട്ടണമെങ്കിൽ 3%2, ദിസ് ഈസ് റിമൈൻഡർ. 3%2 എടുത്ത് നിങ്ങൾക്ക് ആ റിമൈൻഡർ വരും. സോ ദാറ്റ് മീൻസ്
if I divide 9 by 2, or കുറച്ച് വലിയ നമ്പർ ആക്കാം. Suppose I am dividing 19 by 3. So 19 by 3 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക? 6 കിട്ടും. Now if I divide 19 floor 3, then again you will get 6. Now if I divide 19 by 9 ചെയ്യാം, പെട്ടെന്ന് ക്ലിയർ ആവും. 19 by 9, 2. But if I divide 19 floor 9, then also 2. Okay, so different ആവുന്ന ഒരു കേസ് എനിക്ക് കിട്ടണം. So let me divide 23 by 9. 23 by 9, you will get 2. Now if I divide 23 by 9, I will get 2. Now if I divide 23 percentage, that is നമ്മുടെ റിമൈൻഡർ ആണ് 9, then you will get 5. Now നേരത്തെ നമ്മൾ ചെയ്ത കേസിൽ 19 percentage 9, 19 percentage 9 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കിട്ടി. ഓക്കെ, സോ നമ്മൾ ഫ്ലോർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് 2, പിന്നെ നമുക്കിവിടെ 2 കിട്ടി, കോഷ്യൻ്റ് കിട്ടി. 23% 9 ചെയ്തപ്പോൾ 5 വന്നു, 23/4. സോ 23 നിങ്ങൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കോഷ്യൻ ഹരണഫലമാണ് 2. ബാക്കിയുള്ള ശിഷ്ടം റിമൈൻഡർ ആയിരിക്കും നിങ്ങൾക്ക് ഈ പെർസെൻറ്റേജ് സിമ്പിൾ വെക്കുമ്പോൾ. സോ ദിസ് ഇസ് റിമൈൻഡർ. സോ അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ 19 by 3. നൗ 19 by 3 നിങ്ങൾ പെർസെൻറ്റേജ് യൂസ് ചെയ്താൽ 19% 3, 19 റിമൈൻഡർ 3 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റിമൈൻഡർ കിട്ടും, 1 കിട്ടും. സോ 3 6 18, 18ഉം പിന്നെ റിമൈൻഡർ 1 കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് 19 കിട്ടും. അതുപോലെ 29 18, 18ഉം 5ഉം 23. സിമിലർലി ഇവിടെ 2 × 5 18ഉം 1ഉം 19. സോ റിമൈൻഡർ ആണ് നമ്മൾ പെർസെൻറ്റേജ് യൂസ് ചെയ്താൽ കിട്ടുക. ഓക്കെ, സോ പെർസെൻറ്റേജിന് നമ്മളിവിടെ ഈ പറയുന്ന പേര് നമ്മൾ പൈത്തണിൽ മോഡുലസ് ഓപ്പറേറ്റർ എന്നാണ് പറയുക. ദിസ് ഈസ് സെഡ് ടു ബി മോഡുലസ് ഓപ്പറേറ്റർ. നൗ അനദർ എക്സാമ്പിൾ നമുക്ക് അരിത്മെറ്റിക് ഓപ്പറേഷൻ ആണ്. ഇപ്പോൾ എക്സ്പോണൻസിയേഷൻ, ഇപ്പോൾ പവർ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് എക്സ്പോണൻസിയേഷൻ ചെയ്യാം. സപ്പോസ് ഐ എം ഗിവിംഗ് പവർ 2,3, then 2 raised to 3 വരും. 2 raised to 3 means 2 × 2 × 2, that will be equal to 8. Now if I give power 2,10, that is 2 raised to 10. 2 raised to 10 നമ്മൾ ബൈനറി സീരീസ് പഠിച്ചപ്പോൾ നമ്മൾ ബൈനറി പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1024 ആണ്. ഓക്കെ, നൗ ദിസ് ഈസ് എക്സ്പോണൻസിയേഷൻ. നിങ്ങൾക്ക് വേറെ രീതിയിലും ചെയ്യാം. യു ക്യാൻ യൂസ് 2 then 2 raised to 3, that is 2 cube വരും. ഓർ യു ക്യാൻ ഗീവ് 2 ആണെങ്കിൽ 2 raised to 10 വരും. ഇങ്ങനെ നിങ്ങൾക്ക് എക്സ്പോണൻസിയേഷൻ യൂസ് ചെയ്യാൻ പറ്റും, റേസ് ടു പവർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ there are some other operators that are said to be relational operators. So arithmetic operators ചെയ്യാൻ കഴിഞ്ഞിട്ട് ഞാൻ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിലേക്ക് പോവാണ്. സോ വാട്ട് ഈസ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്? റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് മീൻസ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. സപ്പോസ് എ ഈസ് ഈക്വൽ ടു 10 and b is equal to 11, and I am asking the system a greater than b, a greater than b, then false ആണ്. That അപ്പോൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൻ്റെ ആൻസർ നമുക്ക് വന്നത് ഫാൾസ് ആണ് വന്നത്. Now if b is greater than a, അപ്പോൾ നമുക്ക് ട്രൂ എന്നുള്ള ആൻസർ വരണം. ട്രൂ ആണ്. Now a is equal to b. സോ രണ്ടും എന്ന് കൊടുത്തു കഴിഞ്ഞാലോ, ഈ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ ബിന്റെ വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്യാവും ചെയ്യുക. ഞാനിവിടെ എ ഈസ് ഈക്വൽ 10 കൊടുത്തപ്പോൾ 10 എന്നുള്ള വാല്യൂ എയിലേക്ക് അസൈൻ ചെയ്തു. സോ ഈസ് ഈക്വൽ ടു ചെക്ക് ചെയ്യണമെങ്കിൽ ഡബിൾ ഈക്വൽ ടു കൊടുക്കണം. ഈസ് എ ഈസ് ഈക്വൽ ടു ബി, ഫാൾസ് ആണ്. നൗ ഇഫ് എ ഈസ് നോട്ട് ഈക്വൽ ടു ബി ആണെങ്കിലോ അത് എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കുക, നോട്ട് ഈക്വൽ ടു ബി. യെസ്, ട്രൂ എന്ന് വരും, ട്രൂ. സോ ദീസ് ആർ the relational operators. Now less than or equal to, greater than or equal to കൊടുക്കുക കേട്ടോ. Suppose you can ask the system a is greater than or equal to b, false ആണ്. Now if a is less than or equal to b, ഇവിടെ true കിട്ടും. Okay, so these are said to be the relational operators.
നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അരിത്മെറ്റിക് ഓപ്പറേഷൻസ് നമുക്ക് വേണമെങ്കിൽ കോംപ്ലക്സ് നമ്പറിലും ചെയ്യാൻ പറ്റും. ജസ്റ്റ് പ്യൂർ നമ്പേഴ്സിൽ മാത്രമല്ല, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇതുവരെ ഡിസ്കസ് ചെയ്ത മുഴുവൻ ഇൻറ്റീജറിലാണ്. ഒരു എക്സാമ്പിൾ ചെയ്യാം. സപ്പോസ് ഐ ആം giving d is equal to complex 2, 3. So 2 plus 3j എന്ന് വരും d ല്. Now f is equal to 4 plus 5j എന്ന് കൊടുത്തു. Okay, so another complex number ആണ് f ലുള്ളത്. Now g is equal to d plus f കൊടുത്തു. So നമുക്ക് എത്ര ആൻസർ വരണം? 2 plus 4 6 വരും, 3 plus 5 8 വരും. ചെക്ക് ചെയ്യാം ജിന്റെ വാല്യൂ. 6 plus 8j. Now കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. So if you want to multiply d into f, then d into f will give you -7 plus 22j. So കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, ഡിയും എഫും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. Now നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ പിന്നെ കോംപ്ലക്സ് ഡിവിഷൻ ചെയ്യാം. d by f, രണ്ട് നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. Again now d by f ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇഷ്യൂസ് ശ്രദ്ധിക്കണം. ഇവിടെ എനിക്ക് 7 എന്നുള്ള ഇവിടെ ഡിയും എഫും ഇൻറ്റീജർ ആണെങ്കിലും ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻറ്റീജർ ഡിവിഷന്റെ കേസുകൾ ശ്രദ്ധിച്ചുകൊണ്ട്, ഡാറ്റ ടൈപ്പ് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. ഓക്കെ, നൗ ഇഫ് ഐ ആസ്ക് ദി സിസ്റ്റം വാട്ട് ഈസ് ദി റിയൽ പാർട്ട് ഓഫ് ഡി, സോ ഡി ഡോട്ട് ഇമേജ്, സോ 3.0. സോ ഇവിടെ നമ്മൾ കൊടുത്തത് ഡി എന്നുള്ള ലെറ്ററിന്റെ നിങ്ങൾ ഇവിടെ കൊടുത്തപ്പോൾ 3 എന്നുള്ള നമ്പർ ആയിട്ടാണ് കൊടുത്തതെങ്കിലും സിസ്റ്റം അത് കോംപ്ലക്സ് നമ്പർ ആയിട്ട് എടുക്കുമ്പോൾ അതിനെ നമുക്ക് ഇവിടെ ഇമാജിനറി പാർട്ട് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആയിട്ട് എടുത്തത്. സോ നിങ്ങൾ നേരത്തെ ഇവിടെ നമ്മൾ ഡി ബൈ എഫ് നേരത്തെ നമ്മൾ അരിത്മെറ്റിക് ഓപ്പറേഷൻ ചെയ്തപ്പോൾ വന്ന് ആ ഇഷ്യൂ ഉണ്ടാവില്ല. ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്പർ 19.0 ആണെങ്കിലാണ് ആക്ച്വൽ ആൻസർ കിട്ടുക. ഇവിടെ നമ്മൾ ഇൻറ്റീജർ ആയതുകൊണ്ട് ഔട്ട്പുട്ടും ഇൻറ്റീജറിലായിരിക്കും വരിക. ബട്ട് കോംപ്ലക്സ് നമ്പറിന്റെ കേസിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, നമുക്കൊരു സ്ട്രിങ് വെച്ചിട്ട് അരിത്മെറ്റിക് ഓപ്പറേഷൻ പറ്റുമോ നോക്കാം. സപ്പോസ് എ ഇസ് ഈക്വൽ ടു, സോ എ ഇസ് ആൾറെഡി നമ്മൾ യൂസ് ചെയ്തതാണ്, സോ യൂസ് ചെയ്യാത്തൊന്ന് യൂസ് ചെയ്യാം. സോ S1 എന്ന നെയിം എനിക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്താൽ മതി, വേരിയബിളിന്റെ ഫസ്റ്റ് ലെറ്റർ ആൽഫബറ്റ് ആയാൽ മതി, സെക്കൻഡ് നമുക്ക് നമ്പർ ആവാം. സോ S1 is equal to PSMO. then ഞാൻ S2 is equal to കോളേജ് എന്ന് കൊടുത്തു. ദെൻ ഇനി രണ്ടും കൂടെ ഞാൻ ഓപ്പറേറ്റ് S1 പ്ലസ് S2 കൊടുക്കുകയാണ്, S1 പ്ലസ് S2. സോ PSMO കോളേജ് രണ്ടും കൂടി കോൺകാറ്റിനേറ്റ് ചെയ്ത് വന്നു. കോൺകാറ്റിനേഷൻ നമ്മൾ ഈ ഓപ്പറേഷൻ പറയാം. S1 കഴിഞ്ഞതിന് ശേഷം S2 ആഡ് ചെയ്ത്, ഇങ്ങനെ സ്ട്രിങ് വെച്ചിട്ട് നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ഇനി PSMO കഴിഞ്ഞിട്ട് നമുക്കൊരു സ്പേസ് വേണമെങ്കിലോ, ഒരു സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ആഡ് ചെയ്യാം. S1 പ്ലസ് ഒരു സ്ട്രിങ്, ഞാനൊരു വൈറ്റ് സ്പേസ് ഒരു സ്ട്രിങ് കൊടുത്തു, ദെൻ ദാറ്റ് പ്ലസ് S2. സോ PSMO കഴിഞ്ഞിട്ട് ആ സ്പേസ് കൂടി കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് PSMO സ്പേസ് കോളേജ് എന്ന് വന്നു. നൗ ആക്ച്വലി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന, ദിസ് ഈസ് നോട്ട് അരിത്മെറ്റിക് അഡീഷൻ, ദിസ് ഈസ് സെഡ് ടു ബി കോൺകാറ്റിനേഷൻ ഓഫ് സ്ട്രിങ്. നൗ ഇഫ് ഐ മൾട്ടിപ്ലൈ S1 ഇൻറ്റു S2, ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? S1 രണ്ടു സ്ട്രിങ് ആണ്, സോ S1 S2 നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ S1 ഇൻറ്റു 2 കൊടുക്കാൻ പറ്റും. നൗ ദീസ് തിങ്സ് നമ്മൾ സ്ട്രിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. PSMO ഇൻറ്റു PSMO 2 times PSMO എന്നുള്ളത് വരും, S1 ഇൻറ്റു 2. നൗ അരിത്മെറ്റിക് ഓപ്പറേഷൻ, സോ ഐ ക്യാൻ ഗിവ് suppose A is equal to 10. Now I am assigning B is equal to A plus 2. So B എന്ത് ചെയ്യും, 12 എന്ന് കിട്ടും. So if I type B will be 12. So instead of this I can simply say C is equal to instead of this command I can say A plus is equal to 2. A plus is equal to 2 എന്ന് കൊടുത്ത് A plus is equal to 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ A is equal to A plus എന്നുള്ള കമാൻഡ് പ്രാവർത്തികമാവും. ക്ലിയർ ആണോ? A plus equal to 2 എന്ന് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, എയിൽ ആൾറെഡി ഉണ്ടായിരുന്ന 10 ആയിരുന്നു ഉണ്ടായിരുന്നത്, ആ 10ന്റെ കൂടെ 2 ആഡ് ചെയ്തു. ഓക്കെ, നൗ സപ്പോസ് ഐ ആം ഗിവിംഗ് എ കമാൻഡ് A plus is equal to 13.
അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആൾറെഡി എയിൽ 12 ആണുള്ളത്. ആ 12ൻ്റെ കൂടെ 13 ആഡ് ചെയ്യും. ഇനി നമ്മൾ എ പ്രിന്റ് ചെയ്താൽ മതി. സോ 12 പ്ലസ് 13 15 എന്ന് വരും. ദാറ്റ് ഈസ് ദി സ്റ്റേറ്റ്മെന്റ് ഈസ് ഇക്വാലന്റ് ടു എ ഈസ് ഈക്വൽ ടു എ പ്ലസ് 13. എ പ്ലസ് 13. ഇനി ഞാൻ ഈ കമാൻഡ് ഒന്നുകൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ 23 ആണുള്ളത്. സോ ഈ എയിൽ എ എന്നുള്ളതിൽ വേരിയബിളിലുള്ള 23യുടെ കൂടെ 13 ആഡ് ചെയ്യും. സോറി 25ൻ്റെ കൂടെ 13 ആഡ് ചെയ്യും. ദാറ്റ് വാല്യൂ എയിലേക്ക് സേവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് 38 കിട്ടും. ഞാൻ എ ടൈപ്പ് ചെയ്താൽ 38 ആയിരിക്കും. ഓക്കെ. സോ എ ഈസ് ഈക്വൽ ടു എ പ്ലസ് 3 എന്നുള്ളതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എനിക്ക് എ പ്ലസ് ഈക്വൽ ടു 13 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ എ ഈസ് ഈക്വൽ ടു എ പ്ലസ് 2, എ പ്ലസ് 2 എന്നതിന് പകരം എ പ്ലസ് ഈക്വൽ ടു 2 എന്ന് ഇങ്ങനെയും പൈത്തൺ പ്രോഗ്രാമിങ്ങിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നൗ ദിസ് ഓപ്പറേഷൻ ഈസ് ആക്ച്വലി അസൈൻമെന്റ് ഓപ്പറേഷൻ. നമ്മൾ ചെയ്യുന്ന അസൈൻമെന്റ് ഓപ്പറേഷൻ ആണ്. നൗ ദി സെയിം ഓപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ പിന്നെ മൾട്ടിപ്ലിക്കേഷനിലും ട്രൈ ചെയ്യാം. സപ്പോസ് ഐ ഹാവ് എ കമാൻഡ്. നമുക്ക് ഇങ്ങനെ ഒരു കേസ് ഉണ്ട്. പി ഈസ് ഈക്വൽ ടു 2. പി ഈസ് ഈക്വൽ ടു 2. ദെൻ പി ഈസ് ഈക്വൽ, ഞാൻ ഇതുവരെ പറഞ്ഞത് പി ഈസ് ഈക്വൽ ടു പി പ്ലസ് 2. പി ഈസ് ഈക്വൽ ടു പി പ്ലസ് 2 എന്നതിന് പകരമായിട്ട് എനിക്ക് പി ഈസ് ഈക്വൽ ടു പി പ്ലസ് ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കാൻ ഞാൻ പറഞ്ഞത്. പി പ്ലസ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ. നൗ നമ്മൾ പി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്ലസ് 2 4 ആയിരിക്കും പിയിൽ ഉണ്ടാവുക. ഓക്കെ. നൗ ഇൻസ്റ്റഡ്, സോ ഇപ്പോൾ പിയിൽ 4 ആണുള്ളത്. ഞാൻ ഐ ആം ഗിവിങ് പി സ്റ്റാർ ഈസ് ഈക്വൽ ടു പി സ്റ്റാർ. പി സ്റ്റാർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. പി സ്റ്റാർ ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കും. ദെൻ പിയിൽ എന്തായിരിക്കും ആൻസർ ഉണ്ടാവുക? സപ്പോസ് ഐ ആം ഗിവിങ്, സോ പി സോ പി ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 2, അതായത് പി ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2 8 എന്നാണ് പി സ്റ്റാർ ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വരിക. ഓക്കെ. നൗ പി മൈനസ് ഈസ് ഈക്വൽ ടു 2 ആണെങ്കിലോ? പി മൈനസ് ഈസ് ഈക്വൽ ടു 2. സോ എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? പി മൈനസ് ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്താൽ പി ഈസ് ഈക്വൽ ടു പി മൈനസ് 2 വരും. സോ 6 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ. നൗ പി ഡബിൾ സ്റ്റാർ ഈസ് ഈക്വൽ ടു 2. പി double star is equal to 2. So your answer will be equal to 36. അങ്ങനെ വന്നത്. So P is equal to P into P. P double star എന്ന് പറഞ്ഞാൽ P സ്ക്വയർ ആണ്. Pന്റെ സ്ക്വയർ വരും. Pയിൽ ആൾറെഡി ഉള്ള 6 ആണ്. 6ന്റെ സ്ക്വയർ വരും 36. So these are all examples for assignment operation. These are all assignment operation. So ഞാൻ P is equal to P double star